ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം സൈബ് ഇല്ലാതെയാണ് ഇന്ന് ഇൻട്രോ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ സൈബ് ഉള്ള വീഡിയോ തന്നെയാണ്. സൈബ് താഴത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ. അവൾക്ക് 500 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിങ്ങളിപ്പം തമ്പനയിൽ ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഷേവിങ് ഫോം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം പ്രാങ്ക് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഈ മൈദപ്പൊടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നീളാക്കുക. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബലൂൺ വെക്കും. ബലൂണിൻ്റെ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാക്കി വെച്ചാൽ മതി. ബാക്കി നമുക്ക് ബലൂൺ ഒന്ന് വീർപ്പിക്കാം. ഇത് ഇൻസൈഡ് കൂടുതലായി ചെറുതാക്കണോ? സ്വല്പം വേണ്ടല്ലേ? അപ്പൊ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേസ് വെക്കുന്നത് കേട്ടോ. പോവില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, എന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഫോം വരുമ്പോൾ റെഡി ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഫോം ആക്ച്വലി അതിൻ്റെ മുകളിൽ വെക്കാനൊരു ചോക്ലേറ്റ് ഇവിടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ആകെ ഒരു മഞ്ച കിട്ടി. ചോക്ലേറ്റ് ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. അതൊന്നും ആവശ്യ സാധനം ഒന്നല്ലല്ലോ. തൊട്ടടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് ബാക്കിലെ ഭാഗത്ത് ചെറിയൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് മേടിച്ചത്. പിന്നെ ഈ ഒരു സാധനം കേക്കിൻ്റെ മുകളിലുള്ള പൂക്കൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫോം അടിക്കാം. നിൽക്കുമെന്നും അറിയില്ല. ഓക്കെ. സൈവരെ ഇന്ന് തല്ല് കിട്ടുമെന്ന് നോക്കിയറിയില്ല. ജസ്റ്റ് ഒന്ന് കൈയുണ്ടാക്കിയിട്ട് മുതലാവുള്ളൂ. ഇങ്ങനെ മെഴുകി കൊടുക്കും. മെഴുകാൻ പറ്റുന്ന ടൈപ്പല്ല. ഇതൊരു പ്രത്യേക കേക്കായി മാറും. Đây. Balik.
ഇത് ശരിക്ക് വലിയ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റും. സൈബൻ എന്തായാലും പറ്റിക്കാൻ പറ്റും. അറിയില്ല, ചിലപ്പോൾ അവളെ ഇതൊക്കെ കൂടി എടുത്ത് നമ്മളെ തലയിൽ അടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മാതിരിയാണ്. നമ്മളിപ്പോൾ ഇത് പുറത്ത് എന്തായാലും തുടയ്ക്കണ്ടെന്ന് വിചാരിച്ചിങ്ങനെ വെച്ചേക്കാണ്. ഈ മിനുക്ക് പണികളുള്ളത് കഴിഞ്ഞിട്ടുണ്ട് ഹോം. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സാധനങ്ങളൊന്നും ഒപ്പിക്കാൻ പറ്റില്ല. അപ്പം തൽക്കാലം ഇപ്പോൾ കിട്ടിയ കേക്ക് വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഓവർ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് ഈ ഭാഗം ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അയ്യോ, ഓക്കെ. ഓക്കെ, കേക്ക് രൂപത്തിലായിട്ടില്ല എന്നുണ്ടെങ്കിലും അല്ലേ, അത്യാവശ്യം ഒരു ലോക്ക്ഡൗൺ ടൈപ്പ് കേക്ക് നമ്മൾ സെറ്റാക്കി. ഇനി സൈബൻ്റെ അടുത്തുനിന്ന് ഉള്ള പണി മേടിക്കാനുള്ള ചടങ്ങാണ് അടുത്തത്. അവൾക്ക് പണി കൊടുക്കല്ല, നമുക്ക് പണി മേടിക്കാനുള്ള ചടങ്ങ്. താഴത്തെ സെറ്റാക്കല്ലേ, ഈ ഒന്ന് പോയിട്ട് നൈസായിട്ട് സെറ്റാക്കാം. അപ്പോൾ ഞാൻ കൈയൊക്കെ തുടച്ചിട്ട് വരാം. അങ്ങനെ വീട്ടിൽ കുറച്ച് മിച്ചറുണ്ടായിരുന്നു, അതും കൂടി ഇട്ടേക്കാം. കുറയ്ക്കേണ്ട നമ്മൾ. നമ്മളൊരു ചെറിയ ഈ തുഞ്ച് കണ്ടില്ലേ, ഈ കത്തി കൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വലിയ കത്തി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് സൈഡിലേക്ക് പോകും. അതുകൊണ്ട് നമുക്കൊരു ചെറിയ കത്തി കിട്ടിയിട്ടുണ്ട്. ഒരു കത്തിയോടെ പുറത്തൊക്കെ ഓക്കെ. അതുകൊണ്ട് ഇങ്ങനെ അവളോട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആളെ വിളിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. നോക്കാം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങോട്ടാണോ എന്ന് നമുക്ക് ഇപ്പം ശരിക്കും നോക്കാം. കേക്ക് ചോക്ലേറ്റ് ഉണ്ട്, നല്ല മണല്ലേ? ഇത് എന്തിന്റെ കേക്കാണ് നമ്മള് മുറിക്കാൻ പോണത്? ഇൻസ്റ്റാഗ്രാമില് 500 ഫോളോവേഴ്സ് ആയി. അപ്പൊ അതിന്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാല്ലേ? എനിക്ക് 500 ഫോളോവേഴ്സ് ആയി. ഫോളോ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ. അതെ, അപ്പം കട്ട് ചെയ്യാൻ തുടങ്ങാം നമുക്ക്. ഇഷ്ടമായി എനിക്ക് ആദ്യം. എങ്ങനെയുണ്ട് കേക്ക്? ഇതേമാതിരത്തെ കേക്ക് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് പുതിയൊരു ടൈപ്പ് കേക്കാണിത് കേട്ടോ. ഇത് ഈ കേക്കിന്റെ പേരാണ് ചോക്ലേറ്റ് വിത്ത് മിച്ചർ കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ സീബ. അങ്ങനല്ല, ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒറ്റ കട്ട് ചെയ്യല്. ഇങ്ങനെ സാധാ നമ്മളിങ്ങനെ മുറിക്കണവരല്ലോ, ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഒരു കഷ്ണിക്കും തന്നെ അല്ല. റെഡി? റെഡി അല്ലേ? ഫ്രെയിമൊക്കെ റെഡി അല്ലേ? മുഖം ഇതൊക്കെ റെഡി അല്ലേ? ഇതൊക്കെ കൂടിയല്ലേ? ഓക്കെ റെഡി. ഇവിടെ സെൻട്രലാകത്തില്ലേ? ആ ആ കട്ട് ചെയ്യ് കട്ട് ചെയ്യ്.
എന്താണിത്? ബലൂണ് ബലൂണ് വേറെ സാധനം തരാം, വേറെ സാധനം തരാം. എനിക്ക് ചോറിട്ടാ താങ്ക് യു പറ. കാട്ടല്ല കേക്ക് ഇപ്പൊ ഇവിടുന്ന് കിട്ടാനില്ല. ഇപ്പൊ ഈ ചാനാക്കിട്ടാ. അതൊക്കെ ഇതാ തരാ. ശരിപ്പാ, ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയോ? പാളൊന്ന് സെറ്റായി. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ പിന്നെ എല്ലാവരോടും താങ്ക്സ് പറയും. നമുക്ക് കമന്റ് വായിക്കണ്ടേ? ഇന്നലത്തെ വീഡിയോന്റെ കമന്റ് വായിക്കാനുണ്ട്. അപ്പൊ ആ കമന്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് വായിക്കാം. അപ്പൊ നമ്മുടെ കമന്റ് ഫസ്റ്റ് വായിക്കാൻ പോണത് സീബ രശ്മി ചേച്ചിന്റെ ആണ്. രശ്മി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അതിൽ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, നിങ്ങളുടെ 3 പേരുടെയും പൊളി, ഒരു സംശയമില്ല. നിങ്ങൾ 3 പേരും പൊളി, ഒരു സംശയമില്ല. നിങ്ങളുടെ 2 പേരുടെയും അനുജത്തിയാണോ സൈബ? അതാണ് ചോദിച്ചിട്ടുള്ളത്. സൈബ, ഈ നമ്മളെ അനിയത്തിയാണോ? നിന്റെ റാഷിന്റെ അനിയത്തിയാണോ എന്നാ ചോദിക്കുന്നത്. അനിയത്തിയാണല്ലേ? നമ്മൾ രണ്ടാളും എന്റെ കാക്കമാരല്ലേ? പറഞ്ഞു കൊടുക്ക്. നമ്മളെന്താ അനിയനോ? എന്റെ ആരാണ്? ഞാൻ റോഷു. അനിയനാണ് കാക്കാണോ? ആ, അതായത് നമ്മൾ ഈ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ്. എങ്കിലും ഇത് നോട്ട് ചെയ്യാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ്. അതായത് സിസ്റ്ററാണ്, നമ്മളെ സിസ്റ്ററാണ്. എൻ്റെ മോളൊന്നല്ല. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ മോളാണ്. മോളല്ലല്ലോ, എനിക്ക് മോളാവാനുള്ള പ്രായമൊന്നും ഇല്ല കേട്ടോ, ചെറിയ വയസ്സുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത ഒരുപാട് എല്ലാ കമന്റും സൈബ 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 എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്. നമ്മളെ മറന്നോ? റോഷൻസ് വ്ലോഗാണ്. അപ്പൊ സൈബ, രശ്മി ചേച്ചിക്ക് ഒരു ഹായ് കൊടുക്ക്. ഹായ് രശ്മി ചേച്ചി. അപ്പൊ അടുത്ത ബിബിൻ ചേട്ടന്റെ കമന്റ് ആട്ടോ. ജൈവകുട്ടി പൊളിച്ചു. ഇക്കനെ ഇനിയും പൊട്ടിക്കണം നമുക്ക്. ഇക്കനെ ഇനിയും പൊട്ടിക്കണം എന്നാ പറയുന്നോന്. അങ്ങനെ പറയരുത്. ബിബിൻ ചേട്ടനോട് നമുക്ക് പൊട്ടിക്കാൻ പറഞ്ഞേക്ക്. അതന്നെ. അപ്പൊ ബിബിൻ ചേട്ടനോട് ഹായ് പറയും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പ്രാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കാം. അതെ, അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ഷെയർ ചെയ്യാൻ മറക്കണ്ട പറയും. ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും മാക്സിമം നമ്മളെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ലൈക്കും അടിച്ചേക്കുക. ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവർക്കും സജഷൻ ആയിട്ട് പോയിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കും. അപ്പോൾ കാണാം, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.